നമ്മുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയും വിവേകവും തൻ്റെടവുമുള്ള അറിവുള്ള പണ്ഡിതന്മാരായി മാറണം എന്നാണോ നാം ആഗ്രഹിക്കുന്നത്? എങ്കിൽ അവരെ ഖുർആൻ പഠിപ്പിക്കൂ. എന്താണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്? കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഇന്നും അവശേഷിക്കുന്ന മുഅ്ജിസത്താണ്. ഇന്നും അവശേഷിക്കുന്ന മുഅ്ജിസത്ത് മനുഷ്യരും ജിന്നുകളും മുഴുവനും ഒരുമിച്ച് കൂടിയാലും തത്തുല്യമായ ഒരു അധ്യായമോ ഒരായത്തോ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെയുള്ള വേദഗ്രന്ഥം പഠിക്കുക. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലുള്ള ഗ്രന്ഥമായി അവതരിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി വർദ്ധിക്കും. ലഅല്ലക്കും തഅഖിലൂൻ, ചിന്താശേഷി കൂടും, വിവേകം വർദ്ധിക്കും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല ഹൃദയം താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണോ? ചിന്താ കവാടങ്ങൾ തുറക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ വിവേകമുണ്ടാകും, വിജ്ഞാനമുണ്ടാകും, വിവരമുണ്ടാകും. പഠിക്കുക. അത് ഹിഫ്ളാക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ ഹിഫ്ളാക്കാനും പഠിക്കാനും ഞാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ആരുണ്ട് പഠിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ആരുണ്ട് ഖുർആൻ പഠിക്കാൻ? ഖുർആൻ പഠിക്കൽ എളുപ്പമാണ്. ഹിഫ്ളാക്കൂ. പരിശുദ്ധ ഖുർആനിൽ എല്ലാ ഖൈറുകളുമുണ്ട്.